നമസ്കാരം. നമ്മുടെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജിദ്ദയിൽ നിന്ന് തായിഫ് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തായിഫിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പം ചുരം ഇങ്ങനെ കയറി അങ്ങനെ നല്ല കുരങ്ങന്മാരെയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ യാത്രയിലാണ്. അപ്പോൾ തായിഫിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സൗദിയിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഏറ്റവും നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ് തായിഫ്. അപ്പം തായിഫിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ വീണ്ടും ഒരു യാത്രയിലാണ്. അങ്ങനെ ചുരം കയറി ഏകദേശം ഒരു പകുതിയോളമായിട്ടുണ്ട്. ഉണ്ടോ, അങ്ങനെ നല്ല കൊടും വളവും നല്ല കയറ്റവും ഒക്കെ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് തായിഫിൻ്റെ ചുരം കയറിയുള്ള ഈ ഒരു ഡ്രൈവിങ്. അതായത് നല്ല വാഹനങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ വളവും തിരിവൊന്നും ഇല്ലാത്ത റോഡുകളാണ്. എന്നാൽ തായിഫ് അതുപോലെ തന്നെ അബഹ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നിന് തൊട്ട് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കൊടും വളവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ചുരം റോഡിനെ അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. സൗദി അറേബ്യയിലുള്ള എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും തന്നെ സന്ദർശിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഈ തായിഫ്, അബഹ, അതുപോലെ തന്നെ ജിസാൻ റോഡൊക്കെ അതിമനോഹരമായിട്ടുള്ള ഇങ്ങനെയുള്ള മലമ്പ്രദേശങ്ങൾ കാണാനായിട്ട് പറ്റിയ വഴികളാണ്. അപ്പം അങ്ങനെ നമുക്കിനിയും തായിഫിൻ്റെ സിറ്റിക്കുള്ളിലുള്ള കാഴ്ചകളും അവിടുത്തെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നു. ആ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ ചുരമൊക്കെ കയറി നല്ല നിരത്തായിട്ടുള്ളൊരു പ്രദേശത്താണ്, നിരപ്പായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു സിറ്റിയിൽ പ്രവേശിച്ചിട്ട് ഇതാണ് തായിഫ്. തായിഫിൻ്റെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നമ്മൾ അങ്ങനെ ഓടുകയാണ്. അപ്പോൾ ആ ചുരമൊക്കെ കയറി വരുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഇതേപോലെ നല്ല നിരപ്പായിട്ടുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ടൗണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. അതായത് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മളാ കയറി വന്ന ചുരമോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും നമ്മളെ ഓർമ്മപ്പെടുത്താത്ത രീതിയിലുള്ള നല്ല ഒരു ടൗണാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തായിഫിൻ്റെ ചില പ്രദേശങ്ങളൊക്കെ നമുക്ക് ഒന്നിച്ച് കാണാം. നമ്മൾ തായിഫിൻ്റെ ഓരോ കാഴ്ചകളും കാണുകയാണ്. നല്ല തണുപ്പാണ്. സമയം ഏകദേശം 2:30, ഉച്ചയ്ക്ക് 2:30 ആയിട്ടേ ഉള്ളൂ. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയേണ്ടി, സൂപ്പർ തണുപ്പാണ്. അതിൻ്റെ കൂടെ നമ്മുടെ അലീനായും ഗ്യാങ്ങും ഒക്കെ ഊഞ്ഞാലാട്ടമാണ്. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ജബൽദാക്ക എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷനിൻ്റെ സെൻട്രൽ ഭാഗത്തുള്ളൊരു സ്ഥലത്താണ്. ഇപ്പം എന്താ നമ്മുടെ ഒരാഴ്ചാനും അതുപോലെ തന്നെ നിഷേൻ ചേടത്തിയും എല്ലാവരും കാഴ്ചകളൊക്കെ കാണുകയാണ്. അപ്പം നമ്മൾ ജിദ്ദയിൽ ഇപ്പം ഏകദേശം ഒരു 34 ഡിഗ്രിയോളം ചൂടുള്ള സമയമാണ്. പക്ഷേ ഈ ഹില്ല് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ നിൽക്കാൻ വയ്യാത്ത പോലുള്ള തണുപ്പാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ജോർജിയയിൽ നിന്ന് വന്ന നമ്മുടെ ഏഞ്ചലിനോട് ചോദിക്കാം എങ്ങനെയുണ്ട് തണുപ്പ്. ഏഞ്ചലേ, എങ്ങനെയുണ്ട്? ഇതേപോലെയാണോ ജോർജിയ, അതോ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ? ഇതിലും തണുപ്പാ. എങ്ങനെയുണ്ട്? തായിഫ് ഓക്കെ ആണോ? സംഗതി പൊളിച്ചില്ലേ? അതാണ് അതുകൊണ്ട് അങ്ങനെ നമ്മുടെ കുട്ടനാടൻ പ്രമോദ് ആൻഡ് തിരുവല്ല റെജി ഞങ്ങളെല്ലാവരും അങ്ങനെ സൗദി അറേബ്യ അങ്ങനെ നടന്ന് കാണുകയാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു ക്ലൈമറ്റാണ് നമുക്ക് തായിഫ് വന്നാൽ ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സൗദി അറേബ്യ സന്ദർശിക്കാൻ വരുന്നവർ തായിഫ് എന്ന് പറയുന്ന സ്ഥലം ഒഴിച്ചുകൂടാൻ പറ്റാത്തത് തന്നെയാണ്. മനോഹരമായിട്ടുള്ള അനേകം കാഴ്ചകൾ, ഇങ്ങനെ മൗണ്ടനുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമുക്കങ്ങനെ കണ്ട് നടക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലം. നോക്കി എന്താ കാഴ്ചകളെന്ന് നോക്കി. അപ്പോൾ നമുക്കിനി അടുത്ത കാഴ്ചയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഇടത്താവളത്തിൽ നിന്ന് വീണ്ടും ജബൽദാക്കയുടെ ഏറ്റവും ടോപ്പിലോട്ട് നമ്മൾ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റിസോർട്ടുകളാണ് ഈ സൈഡിലൊക്കെ കാണുന്നത്. ഇവിടെ നമുക്ക് റൂമൊക്കെ എടുത്ത് താമസിക്കാം. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. വാഹനത്തിൻ്റെ AC ഒന്നും ഇടേണ്ട, നല്ല തണുത്ത് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഒക്കെ ഓപ്പൺ ചെയ്തിങ്ങനെ ജബൽദാക്ക എന്നുള്ള മൗണ്ടൻ ഇതിൻ്റെ ടോപ്പിലോട്ടുള്ള യാത്രയാണ്. അപ്പം തായിഫിൽ വരുന്നവർ തീർച്ചയായിട്ടും ജബൽദാക്ക ഒന്ന് സന്ദർശിക്കേണ്ട സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടുള്ള ക്ലൈമറ്റ്, അതുപോലെ തന്നെ ഏകദേശം തായിഫിൻ്റെ എല്ലാ പ്രദേശങ്ങളും നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാനും പറ്റും.
അപ്പം ജബൽദാക്കയുടെ ടോപ്പിൽ ഇതാ നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണ്. അപ്പം ഇതിന് മുകളിൽ ആ ടവർ നിൽക്കുന്ന അതാണ് ഏറ്റവും ടോപ്പ്. പക്ഷേ ഇപ്പം നമുക്ക് അവരിവിടം ക്ലോസ് ചെയ്തേക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടം വരെ വന്ന് വാഹനമൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പം ജബൽദാക്ക എന്നുള്ള ഹിൽ സ്റ്റേഷൻ്റെ ടോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ജബൽദാക്ക ഹിൽ സ്റ്റേഷൻ്റെ ടോപ്പിൽ നമ്മൾ എത്തി. നല്ല തണുത്ത കാറ്റാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുകളിലോട്ട് ഇപ്പോൾ എൻട്രൻസ് ഇല്ല. ഇവിടെ കൊണ്ട് അവർ ക്ലോസ് ചെയ്തേക്കാണ് ഗേറ്റ് വെച്ച്. അപ്പം ഇവിടെ ജബൽദാക്കയിൽ മൗണ്ടൻ വന്നു കഴിഞ്ഞാൽ നല്ല കുളിർമയുള്ള ക്ലൈമറ്റ് നമുക്കങ്ങനെ ആസ്വദിക്കാം. തായിഫിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് വീക്ഷിക്കുമ്പോൾ വലിയ മലകളൊക്കെ അങ്ങനെ കളറൊക്കെ അടിച്ച് പച്ചയും നീലയും മഞ്ഞയും ഒക്കെ ആയിട്ടുള്ള കളർ നമുക്കങ്ങനെ കാണാനായിട്ട് പറ്റും. അതിമനോഹരമായിട്ടുള്ള വെടിക്കെട്ട് കാഴ്ചകൾ. അങ്ങനെ നമ്മൾ തായിഫിൽ എപ്പം വന്നാലും നമ്മൾ വരുന്നൊരു റോസാത്തോട്ടവും അതുപോലെ തന്നെ ചെറിയൊരു ഫാക്ടറിയും കൂടെ ആണ്. ആ റോസാത്തോട്ടത്തിൻ്റെ മനോഹര കാഴ്ചകളുണ്ട്. ആ മുട്ടിട്ട് നിൽക്കുന്ന റോസാ ചെടിയാണ്. നോക്കി ഇങ്ങനെ നിരന്ന് നോക്കി അടിപൊളി റോസാത്തോട്ടം. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ നല്ല അത്തി കണ്ടോ, വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന അത്തി. പിന്നെ നമ്മൾ റോസാ ഫാക്ടറിയുടെ അനേകം കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പം തായിഫിലെ ഏറ്റവും കൂടുതൽ റോസാപ്പൂ അല്ലെ റോസാ തോട്ടമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ തായിഫ്. അപ്പം അതിൻ്റെ റോസ് ഗാർഡൻ്റെ മനോഹര കാഴ്ചയാണ് ഇതാ നോക്കി. അതുപോലെ അത്തി നോക്കി അടിപൊളി വ്യൂ ആണ്. അത്തിയുടെ മരം അങ്ങനെ എല്ലാം വലുപ്പമുള്ള അത്തിയുടെ മരം എന്താണ് നമ്മുടെ ആളിയച്ചാർ അങ്ങനെ മേളിൽ കയറി ഇരുന്ന് ആസ്വദിക്കുകയാണ്. കണ്ടോ തായിഫിൻ്റെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ. റോസ് ഗാർഡനോട് ചേർന്നുള്ള റോസ് ഫാക്ടറിയാണ്. ഇതിനകത്താണ് റോസാ പുഷ്പങ്ങളൊക്കെ ഇട്ട് അങ്ങനെ വാറ്റി അതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പനിനീര് ഇവിടാണ് എത്തുന്നത്. കണ്ടോ ഈ കുടങ്ങളിലാണ് അടിപൊളി റോസ് വാട്ടർ വന്നതിന് ശേഷമാണ് പെർഫ്യൂമും പൗഡറും നമ്മുടെ ക്രീമും എല്ലാം ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ അപ്പുറത്ത് ഇത് കത്തിച്ച് വാറ്റിയെടുക്കുന്നൊരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. നല്ല തീയിട്ട് കണ്ടോണം. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല ചൂട് കൊടുത്ത് ഇതിനകത്താണ് റോസാപ്പൂവ് ഇട്ടേക്കുന്നത്. ഇതാണ് നമുക്ക് നല്ല ഒറിജിനൽ പനിനീര് നമുക്ക് ഇവിടുന്ന്. അതുപോലെ തന്നെ റോസിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറച്ചേറെ ഇവരുടെ ഫാക്ടറി തന്നെ ഉണ്ടാക്കുന്ന കുറച്ചേറെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി റോസ് വാട്ടർ, അത് ഫേസിനുള്ളത്, ബിരിയാണിക്കുള്ളത്, അതുപോലെ തന്നെ ഹാൻഡ് വാഷുകൾ, സോപ്പ്, അതുപോലെ തന്നെ പൗഡറ് ഇതുണ്ടോ, അതുപോലെ തന്നെ തിരി. ഇത് കണ്ടോ അടിപൊളി മണമാണ്. റോസിൻ്റെ ഒറിജിനൽ തിരിയുണ്ട്. പൗഡറ്, ആഫ്റ്റർ ഷേവ്, ഇതൊക്കെയുള്ള ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങാനും പറ്റും. അപ്പം തായിഫിലുള്ള ഒരു ചെറിയ റോസ് ഫാക്ടറിയുടെ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടത്. നമ്മളിതാ വലിയൊരു മലഞ്ചെരുവിൽ അങ്ങനെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടികളാണ്. അടിപൊളി കപ്സയും അതുപോലെ തന്നെ അൽഫഹാം എല്ലാം മേടിച്ച് നമ്മൾ കഴിക്കാൻ പോവാണ്. നല്ല വിശപ്പാണ്. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ധൃതി. തായിഫിലെ മഴയുടെ വെള്ളം അങ്ങനെ കിടക്കുകയാണ്. നമ്മളങ്ങനെ ബൈക്കിലൊക്കെ കയറി ചുറ്റിയതിന് ശേഷം വന്നപ്പം
വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്.